നമ്മുടെ ഡീമൺസിലായാലും മൊത്തമായിട്ടുള്ള ആ ഒരു 16 ബ്രീത്തിങ് സ്റ്റൈൽസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ബ്രീത്തിങ് സ്റ്റൈൽ അതിൻ്റെ ഓരോരോ ഡെറിവേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് ആരൊക്കെ യൂസ് ചെയ്യുന്നു അങ്ങനെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ റിലീസ് ശ്രമിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വേണ്ടി കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് മച്ചാൻ പറയാം, നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ വീഡിയോ. നമ്പർ 4, ഇൻസെക്ട് ബ്രീത്തിങ്. ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരു വൺ ഓഫ് ദ വെറൈറ്റീസ് ഓഫ് ബ്രീത്തിങ് സ്റ്റൈലാണ് നമുക്കോട്ട് പറയാൻ സാധിക്കും. കാരണം അത് നമ്മൾ ആ ഒരു ഇൻസെക്റ്റിനെ പോലെ മൂവ്മെൻറ്റ് നടത്തുകയും മറ്റ് പറക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ് നമ്മൾ ഇൻസെക്ട് ബ്രീത്തിങ് ആണ്. ഇത് യൂസ് ചെയ്യാൻ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോഡ് റിലി ആവശ്യമാണ്. അത് മാത്രമായിട്ട് നമ്മുടെ പേഴ്സണൽ ക്രിയേഷൻ നമ്മൾ ഷിനോബു കോച്ചൂടെ ക്രിയേറ്റ് ചെയ്ത സ്വന്തം ഷിനോബു കോച്ച് മാത്രമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ടൈപ്പ് ഓഫ് ബ്രീത്തിങ്സ് ആണ് നമ്മൾ ഇൻസെക്ട് ബ്രീത്തിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് സോഡ് വേണം. ആ ഒരു നീഡിൽ ലൈക്ക് ആ ഒരു സേഡാണ് റിലി ആയിരുന്നു നമ്മുടെ ഷിനോബു കോച്ചൂടെ കയ്യിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഈ ഒരു സൈഡ് ഒരു സക്സസ്ഫുൾ ആകത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതായിട്ട് നമ്മുടെ സീരീസിൽ ഒരു 4 ഫോംസാണ് നമുക്ക് അറിയാവുന്നത്. അത് മാത്രമല്ല നമ്മുടെ കണാവ് മൗണ്ടൻ ആർക്കിലാണ് റിയൽ നമ്മുടെ ഷിനോബു ആണ് നമ്മുടെ ആ ഒരു സ്പൈഡർ ഫാമിലി വന്ന ഒരാൾ അടുത്തേക്ക് വന്ന് ഒരു ബട്ടർഫ്ലൈ ഡാൻസിന് പോലെ ആ ഡീമിനെ റിയൽ കൊന്നു കളയുണ്ട്. അങ്ങനെ കുറേ മുറിവുകളുണ്ടാക്കി ആ ഒരു ഡീമിനെ റിയൽ കില്ല് ചെയ്യുക ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിയൽ നമ്മുടെ ആ ഒരു അപ്പർ റാങ്ക് 2 ആയ ഡോമിനെ റിയൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻസെക്ട്സ് അതിൻ്റെ 3 ഫോംസ് റിയൽ നമ്മൾ ബ്രീതിങ് സ്റ്റൈൽ അപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. റിയൽ നമ്മൾ ഡോം റിയൽ കുറേ കഷ്ടപ്പെട്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ഷിനോബു കോച്ചുമായിട്ട് റിയലി ഫൈറ്റ് ചെയ്ത് നിന്നിരുന്നത്. നമ്പർ 13, ഫ്ലോർ ബ്രീത്തിങ്. ഫ്ലോർ ബ്രീത്തിങ് നമ്മുടെ വാട്ടർ ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡിറൈവ് ചെയ്യുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച നമ്മുടെ ഫോർമർ ഹഷരയായ കനകുജു ആയിരുന്നു. ഇപ്പം അവിടെ അഡോപ്റ്റ് സിസ്റ്ററായ കനോ ആണ് റിയലി പ്രോസസ് ചെയ്യുന്ന ആ ഒരു ബ്രീത്തിങ് സ്റ്റൈലെന്ന് വെച്ചാൽ. അപ്പം ഇതിന് ഈ ഒരു ഫോമിൽ റീഡി യൂസിന് വളരെയധികം സ്പീഡ് ലഭിക്കുകയാണെന്ന് റീഡി നല്ല മൂവ്മെൻറ്റിൽ അവർക്ക് സ്പീഡ് റൺ ചെയ്യാൻ പറ്റും. നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ളൊരു ബോഡി അവർക്ക് ലഭിക്കും. നമ്മുടെ വാട്ടർ ബ്രീത്തിങ് സ്റ്റൈൽ ഡയറക്റ്റായിട്ട് ഡിറൈവ് ചെയ്തുകൊണ്ട് അതിൻ്റെ ചെറിയ ഇൻഫ്ലുവൻസ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ബ്രീത്തിങ് സ്റ്റൈലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമാണ് നമുക്ക് അറിയപ്പെടുന്നത് ഈ ഫ്ലവർ ബ്രീതിങ് സ്റ്റൈലിൻ്റെ ഒരു 7 ഫോംസാണ് നമുക്ക് ഇതായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കനോ നമ്മുടെ ഡോമിനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് 4 ഫോംസാണ് രീതി ആ സമയത്ത് യൂസ് ചെയ്തുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അതിനകത്ത് പിന്നെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ ആ ഒരു ലാസ്റ്റ് ഫോമായ 4th ഫോം നമ്മളൊരു വെറൈറ്റി സാധനമായിട്ട് കാണുന്ന റിയലി നമ്മുടെ ആ ഒരു ഐസിൻ്റെ ആ ഒരു വിഷ്വൽ പവറിനെ റിയലി അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീതിങ് സ്റ്റൈലാണ് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഫോമിൽ റിയലി ആ ഒരു നമ്മുടെ യൂസറിന് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഐസൈറ്റ് ലഭിക്കുകയും വളരെയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു എനിമീസ് റിയലി ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു ബ്രീതിങ് സ്റ്റൈൽ കൊണ്ട് തന്നെ. പിന്നെ ഇതിനൊരു റിയലി വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഫോം ഒരു ഡേഞ്ചറസ് ഫോമാണ്. കാരണം ആ ഒരു ഐസൈറ്റിന് വളരെ സ്ട്രെയിൻ കൊടുക്കുകയും അതിൻ്റെ ബ്ലഡ് വെസലൊക്കെ ചിലപ്പോൾ റപ്ചർ ചെയ്യാനുള്ള സാധ്യത വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് തന്നെ റപ്ചർ ചെയ്ത് നമ്മുടെ ഐസൈറ്റ് നഷ്ടപ്പെടും. അത് ആ ഒരു സമയത്ത് റിയലി നമുക്ക് കനോട് ഒരു ഐ റിയലി റപ്ചറായിട്ട് പിന്നെ ഒരു ഐ കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ബ്രീതിങ് സ്റ്റൈൽ റിയലി വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്പർ 12, സർപ്പൻ ബ്രീത്തിങ്. ഈ ഒരു ടെക്നിക്കിൽ നമ്മുടെ സ്നേക്സിനൊക്കെ റിയലി ഇമിറ്റേറ്റ് ചെയ്യുക അവർ ആ ഒരു മൂവ്മെൻറ്റ് മൊത്തം ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് നമ്മുടെ സർപ്പൻ ബ്രീത്തിങ്. റിയലി ഈ ഒരു ടെക്നിക്കിലുള്ള ഒരു സ്പെഷ്യലായിട്ടൊരു സോഡ് റിയലി അത്യാവശ്യമാണ്. ഒരു ട്വിസ്റ്റഡ് രീതിയിലുള്ള സോഡ് റിയലി നമുക്കൊരു അത്യാവശ്യമാണ്. എന്നാലും നമുക്ക് ആ ഒരു എനിമീസിൻ്റെ രീതി ആ ഒരു സോഡ് മൂവ്മെൻറ്റ് ചെയ്യും എനിമീസിനൊക്കെ റിയലി അങ്ങ് കില്ല് ചെയ്ത് കളയാനൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സോഡ് റിയലി അത്യാവശ്യമാണ്. ഇതിലായിട്ട് നമുക്ക് സീരിയസ് ആയിരുന്ന ഒരാളാണ് റിയലി ഇത് കൺസ്യൂം ചെയ്ത് റിയലി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒബാന ഇഗ്യൂറോ ആണ് ഗൈസ് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടെക്നിക്ക് റിയലി ഉപയോഗിക്കുന്നത് നമ്മൾ ആ സോഡ് വളരെയധികം അത്യാവശ്യമാണ്. എന്നാലും നമുക്ക് കൃത്യമായിട്ട് ആ സാധനം നമ്മുടെ ആ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ഈ എഫക്റ്റീവായിട്ട് വർക്ക് ആവത്തുള്ളൂ എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് നമുക്ക് 5 നോൺ ആയിട്ടുള്ള ടെക്നിക്കായിട്ടുള്ള ഫോംസ് ആണ് നമുക്ക് അറിയുന്നത്. അപ്പം അതുപോലെ നമുക്ക് നമ്മുടെ ഓപ്പേന മുസാനായിട്ട് റിയൽ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് കാണുന്നതായിരുന്നു റിയൽ നമ്മുടെ ഇഗ്യൂറോ സാമിൻ്റെ കയ്യിൽ നിന്ന് റിയൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അറിയുന്നതായിരിക്കും ആ ഒരു 5 നോൺ ഫോംസും. നമ്പർ 11, ലവ് ബ്രീത്തിങ്. ഇത് ബ്രീത്തിങ് സ്റ്റൈൽ റിയൽ നമ്മുടെ ലവും അങ്ങനത്തെ ആ ഒരു ഇമോഷണലായിട്ട് ഫീലിങ്സ് റിയലി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈൽ നമ്മുടെ ലവ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ. ഈ ഒരു ടെക്നിക്ക് റിയലി വളരെയധികം ഹ്യൂമൻസ് ഫ്ലെക്സിബിലിറ്റിയും യൂട്ടിലൈസ് ആവുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈൽ. നല്ല സ്പീഡുമുള്ള യൂസർ ഉണ്ടായ രീതി നമുക്ക് ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ നല്ല എഫക്റ്റായിട്ട് വർക്ക് ആവത്തുള്ളൂ നമുക്കറിയാം. ഈ ഒരു ടെക്നിക്ക് റിയലി നമ്മുടെ മിറ്റ്സുരി കാൻഡ്രോജിയാണ് റിയലി ഒരു ക്രിയേഷനായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണിത്. നമ്മുടെ റെങ്കുക്കുവിൻ്റെ ഫ്ലെയിം ബ്രീത്തിങ്ങിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻസ്പയർ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ് റിയലി നമ്മുടെ ലവ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ. പിന്നെ ഈ ഒരു റിയലി നമുക്ക് ഈ ഒരു ടെക്നിക്ക് റിയലി യൂസിന് നല്ല ഫിസിക്കൽ സ്ട്രെങ്തുകളും വേണം. അത് മാത്രമല്ല വിപ്പ് ലൈക്കിലുള്ള ഒരു കട്ടാനെ കൂടി ഉണ്ടായാലേ നമുക്ക് ഈ ഒരു റിയലി നമ്മുടെ യൂസിന് നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ആ ഒരു ലവ് ബ്രീത്തിങ് റിയലി സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. റിയലി ആ ഒരു കട്ടാണ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു കട്ടാനെ ആവണം. അത് നമുക്ക് സീരീസ് നമുക്ക് ആ ഒരു എപ്പിസോഡ്സൊക്കെ കാണുമ്പോൾ നമുക്ക് റിയലി മനസ്സിലാവുന്നുണ്ട്. റിയലി ഇതിന് റിയലി 6 ടെക്നിക്കായിട്ടുള്ള ഫോംസാണ് റിയലി ഇതുവരെയായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. റിയലി 4 ഫോംസ് നമ്മൾ സ്പോർട്സ്മാൻ വില്ലേജ് ആർക്ക് നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. അതുമാത്രം നമ്മളിത് പിന്നെ മിക്സറി പിന്നെ നമ്മുടെ അപ്പർ റാങ്ക് 4ഉമായിട്ട് ബയറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പിന്നെ നമ്മുടെ ആ ഒരു സ്പോർട്സ്മാൻ വില്ലേജ് നമ്മളിത് കാണുന്നുണ്ട്. മിഡ്സറി എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ആ ഒരു ഫുള്ള് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ആ ഒരു കട്ടാൻ ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൂടിയുണ്ട്. സഡൻ ആയിട്ടുള്ള ബ്ലേഡ്സ് അറ്റാക്കും കുറേ അറ്റാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മിഡ്സറിക്ക് ഇതിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ഒരു ലവ് ബ്രീത്തിങ് സ്റ്റൈൽ കൊണ്ട് തന്നെ. നമ്പർ 10, സൗണ്ട് ബ്രീത്തിങ്.
ഓൺലി നമ്മുടെ ഈ സൗണ്ട് ബീറ്റിംഗ് യൂസറിന് ഓൺലി നോൺ ആയിട്ടുള്ള യൂസർ എന്ന് നമുക്ക് ടെങ്കൻ ഉസായി മാത്രമാണ് ഇതിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഇതൊരു കണ്ടിട്ടുള്ളത്. റീല് പുള്ളിക്കാൻ്റെ ആ ഒരു സൗണ്ട് സെൻസ് ചെയ്യാനുള്ള ഒരു പവർ കൊണ്ട് തന്നെ പുള്ളിക്കാൻ ഈ ഒരു റീല് നമ്മുടെ ഈ ഒരു സൗണ്ട് ബീറ്റിംഗ് ടെക്നിക്ക് വേറെ ലെവലാക്കി മാറ്റിയിരിക്കുകയാണ് റീലിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ടെക്നിക്ക് നമുക്ക് കാര്യം നമ്മുടെ ഈ ഒരു പുള്ളിക്കാൻ ഈ സൗണ്ട് ബ്രീത്ത് ടെക്നിക്ക് കൊണ്ട് നമ്മുടെ ഒപ്പോണതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കുകയും പുള്ളിക്കാൻ്റെ ആ ഒരു സൗണ്ട് കൊണ്ട് സെൻസ് കൊണ്ട് അനലൈസ് ചെയ്ത് ഒരു പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ട്രാക്ക് ചെയ്ത് പെടുന്ന ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള അറ്റാക്ക് കൊടുക്കാൻ പെട്ടെന്ന് ഷീൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് റീലി പുള്ളിക്കാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രമല്ല ചെറിയ ബോംസുകളും പുള്ളി നമ്മുടെ ടെങ്ക റീലി യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ഡീമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഒരു ടെക്നിക്കിൽ മാത്രം നമ്മുടെ ടെങ്കൻ ഈ ടെക്നിക്ക് നമ്മുടെ ടെങ്ക മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നിച്ചിന് സോഡാണ് പുള്ളി റീലി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ സോഡിന് അവിടെ അറ്റത്ത് ചെറിയൊരു ഹാച്ച് പോലെ ചെറിയ നോട്ട് പോലെ ഒരു വെട പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമേ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു ചെയിൻ പോലെ പുള്ളിക്കാനെ കണക്ട് ചെയ്തുകൊണ്ട് അത് പുള്ളിക്കാൻ രീതിയിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഡിസ്റ്റൻ്റ് ആർക്കിൽ പുള്ളിക്കാൻ നന്നായിട്ട് ടെങ്കൻ നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ അപ്പർ റാങ്ക് 6ഉമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഈ ഒരു ടെക്നിക്ക് റിയലി 3 ഫോംസാണ് എനിക്ക് അതിനകത്ത് കാണുന്നത്. എല്ലാ ഫോംസും വളരെ വളരെ പവർഫുൾ ആണ്. റിയലി നല്ല സൗണ്ട് ബ്രീത്തിങ് പുള്ളി യൂസ് ചെയ്ത് നല്ല സ്പീഡിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു റിയലി എൻ്റർടൈൻ ഡിസ്റ്റൻ്റ് ആർക്കിൽ കാണാൻ സാധിക്കണം. അതിനുശേഷം പുള്ളിക്കാൻ ആ ഒരു ഹാൻഡ് നഷ്ടപ്പെട്ടുകൊണ്ട് പുള്ളി ഹഷീര സ്ഥാനം അങ്ങ് ഉപേക്ഷിക്കുകയൊന്നുകൂടെ ഉണ്ടായിരുന്നു. നമ്പർ 9 പീസ് ബ്രീത്തിങ്. ഈ ബ്രീത്തിങ് സ്റ്റൈൽ റിയലി എന്ന് വെച്ചാൽ നമ്മുടെ ഇനോസിക്കയുടെ സ്വന്തം പേഴ്സണായിട്ട് നമ്മൾ ഇനോസിക്ക ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രീത്തിങ് സ്റ്റൈലായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ പറയുന്നത്. റിയലി ഇനോസിക്ക പറഞ്ഞാൽ നമ്മൾ മൗണ്ടൻസ് ലീവ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും റിയലി ഇനോസിക്ക സർവൈവലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബ്രീത്തിങ് സ്റ്റൈലായിരുന്നു നമ്മുടെ ബീസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈൽ. ഈ ബ്രീത്തിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വിൻഡ് ബ്രീത്തിങ് ഡയറക്റ്റ് ഡിറൈവ് ചെയ്ത് എന്നാണ് നമ്മളത് പറയപ്പെടുന്നത്. പിന്നെ ഈ ടെക്നിക്ക് മെയിനായിട്ട് കാണിച്ച് നമുക്ക് ആ ഒരു യൂസറിൽ അൺപ്രൊഡിക്റ്റ് ആയിട്ട് നേച്ചറൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇനോസിക്ക കണ്ടാൽ അറിയാം. പിന്നെ നല്ല സ്പീഡും വൈൽഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ടൈപ്പുള്ള ആയിരിക്കും പുള്ളിക്കാനുണ്ടായിരുന്നത്. നല്ല ബിഹേവിയർ സ്ട്രെങ്ത് ഒക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ടെക്നിക്കിൽ 10-10 അൺനോൺ ആയിട്ടുള്ള നോൺ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇതിൽ ഉള്ളത്. പിന്നെ ഇനോസിക്കയുടെ പിന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു 7th ഫോമാണ് നല്ല വെറൈറ്റി ആയിരിക്കുന്നത്. നമ്മൾ ഇനോസിക്ക സെൻസ് ഓഫ് ടച്ചും യൂട്ടിലൈസേഴ്സും മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ട് എനിമീസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അത് അവരുടെ രീതിയിൽ ഒരു വീക്ക്നെസ്സും പിന്നെ ആ ഒരു വീക്ക്നെസ് കൂടെ അറിയാൻ വേണ്ടി ഇനോസിക്ക ആ ഒരു 7th ഫോമിൽ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഇനോസിക്ക ആ ഒരു കാടിനകത്തുള്ള മൊത്തം മീൻസ് ഒരു ഫോറസ്റ്റ് ഇത് ഉപയോഗിച്ചപ്പം ഇതിൽ ആ ഫോറസ്റ്റ് അത് എവിടെയൊക്കെ എനിമീസ് ഉണ്ട് അവരുടെ വീക്ക്നെസ് എന്നാണ് വരെ ഇനോസിക്ക സെൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. നമ്പർ 8 മിസ്റ്റ് ബ്രീത്തിങ്. വിൻഡ് ബ്രീത്തിങ്ങിൽ നിന്ന് വന്ന ഒരു ബ്രീത്തിങ് ആണ് നമ്മുടെ മിസ്റ്റ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ മിസ്റ്റ് കഷ്ടയാണ് മുച്ചിറോ ടോക്കിട്ടോ ആണ്. അപ്പോൾ മിസ്റ്റ് നമ്മുടെ മുച്ചിറ ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അതുവേണ്ടി നമ്മൾ അതുകൊണ്ട് നമ്മൾ അപ്പർ റാങ്ക് ഫൈന് വളരെ ഈസി ആയിട്ട് നമ്മുടെ മുച്ചിറ ടോക്കിട്ടോ റീലി ഡിഫീറ്റ് ചെയ്യായിരുന്നു. അത് റീലി നമ്മുടെ റീലി അതിനകത്തൊരു 6 ഫോംസാണ് റീലി ഉപയോഗിച്ചത്. എന്നാലും 7th ഫോം നമ്മുടെ ഉള്ളി കറണ്ട് ഹഷറിയായ നമ്മുടെ മുച്ചിറ മാത്രമാണ് റീലി മാസ്റ്റർ ചെയ്തിട്ടാണ് സാധിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടി പറയാം. അപ്പം ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ നമ്മുടെ എല്ലാ ഫോംസും വളരെ വളരെയധികം എഫക്റ്റീവാണ്. എന്നാൽ നമ്മൾ ആ ഒരു 7th ഫോമിനെ കുറിച്ച് പറയാനുള്ള മിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്പർ റാങ്കിനെ അങ്ങ് കില്ല് ചെയ്യാൻ വേണ്ടി വരെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഫൈറ്റ് നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഷോർട്സ്മാൻ വില്ലേജ് ആർക്കും നമ്മുടെ 5th റാങ്ക് 5th നമ്മുടെ ആ ഒരു ഡീമൻസിലുള്ള വ്യക്തിയായിട്ട് നമ്മൾ മിസ്റ്റ് കഴിച്ചത് അങ്ങനെ കൊന്ന് നമുക്ക് കാണാൻ സാധിച്ചാൽ അത് വളരെ നല്ലൊരു ബ്രീത്തിങ് സ്റ്റൈലായിരുന്നു. നമ്പർ 7 വിൻഡ് ബ്രീത്തിങ്. ഈ ഒരു ടെക്നിക്കിൽ നമ്മുടെ 5 മെയിൻ ബ്രീത്തിങ്സ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ്സ് ആണ് നമ്മുടെ വിൻഡ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ റിയലി നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ സൺ ബ്രീത്തിങ്സ് ആയി ഡിറൈവ് ചെയ്ത ബ്രീത്തിങ്ങളാണ് നമ്മുടെ 5 ബ്രീത്തിങ്. അതിനെ തുറന്നാണ് രീതിയിൽ നമ്മുടെ വിൻഡ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ ഈ ഒരു ബ്രീത്തിങ് രീതിയിൽ സാധാരണയായിട്ടൊരു റോ അറ്റാക്സ് ആണ് രീതിയിൽ കുറേ ആയിട്ട് ഒഫൻസീവായിട്ടാണ് നൽകുന്ന രീതിയിൽ നമുക്ക് ഡിഫൻസ് നൽകുന്ന പരം ഒഫൻസീവായിട്ട് കുറേ ഡാമേജ് നമ്മുടെ യൂസറിന് നൽകി അവരുടെ ബോഡിയൊക്കെ സ്കാർസും കൊണ്ട് നേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷോയിൽ നമ്മുടെ വിൻഡ് ബ്രീത്തിങ് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ 2 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കുറവാണ് രീതിയിൽ നമ്മുടെ ഷോയിൽ ഒരു വിൻഡ് ബ്രീത്തിങ് യൂസേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ 2 പേരെ കുറിച്ച് പരാമർശമുണ്ട്. ബട്ട് ആകെ നമ്മൾ ഇതുമായിട്ടായിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരാളാണ്. അത് നമ്മുടെ ഹഷിരയ ഷരമി ഷിനസുക കാബു ആണ് ഇതിൽ നമ്മുടെ അപ്പർ മൂണായിട്ട് ഇതിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ സനമിയിൽ കുറേ ഡാമേജ് എടുക്കാൻ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ വിൻഡ് ബ്രീത്തിങ് ഒരു 9 നോൺ ഫോംസ് ആണ് ഇതുവരെയായിട്ടുള്ളത്. ഇതിൽ ഫോംസ് കുറേ ടൊർണേഡോ ക്രിയേറ്റീവ് അങ്ങനെ കുറേ അതിലും നമ്മൾ ബ്രേഡ്സിനെ കുറിച്ച് പറഞ്ഞാൽ എമ്മിസും കുറേ ഡാമേജ് കൊടുക്കും. അങ്ങനെ കുറേ സാധാരണ കുറേ കാര്യങ്ങൾ. പിന്നെ സനമിയുടെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റേ നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ കളറുള്ള വിൻഡ് പോലെയാണ് റിയലി അവർ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ എനിമീസിനുള്ള ഡാമേജ് ഒക്കെ കൂടി ഗ്രീൻ കളറുള്ള വിൻഡാണ് നമ്മൾ സനമി സോഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്പർ 6 വാട്ടർ ബ്രീത്തിങ്. സക്കോഞ്ചി ഉറുക്കുതയാണ് നമ്മുടെ എല്ലാവരും ഇപ്പോൾ നമ്മുടെ വാട്ടർ ബീറ്റിംഗ് മാസ്റ്റർ എന്ന് പറയപ്പെടുന്ന പുള്ളി. എന്നിട്ട് ഇതിനെ കാരണം വെച്ചാൽ പുള്ളി രീതിയിൽ പഠിപ്പിച്ചിറങ്ങിയ ആൾക്കാരുടെ പുതിയ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ടാഞ്ചുറയും പിന്നെ നമ്മുടെ വാട്ടർ കഷറയും നമ്മുടെ ജിയോ ടോമിയോക്കയും ഒക്കെ. അപ്പോൾ ടാഞ്ചിറ ഒരു ഫൈറ്റർ ആക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പങ്ക് വഹിച്ച പുള്ളിയായിരുന്നു ഒരു നമ്മുടെ സക്കോഞ്ചി എന്ന് പറഞ്ഞ കാലം. അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ടാഞ്ചിറ ഒരു നോർമൽ പീപ്പിൾ ആയിരുന്നു. നമുക്കൊരു ഈ എന്താ പറയുക
സമരമാണ് അങ്ങനെ കുറച്ച് കാരണം ഒരു ബോധമില്ല ഈ സാഞ്ചി അല്ല നമ്മുടെ ടാഞ്ചറിൽ ആ ഒരു ഫോമിലേക്ക് എത്തിച്ച പുള്ളി നമ്മുടെ സക്കോഞ്ചി ആയിരുന്നു പറഞ്ഞത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടാഞ്ചറിൽ ഇതുവരെ 10 ഫോംസാണ് റീലി ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ടെക്നിക്ക് കൊണ്ട് തന്നെ പുള്ളിക്കാൻ നമ്മുടെ ടാഞ്ചറിക്കിൽ അപ്പർ റാങ്കിൽ ഉള്ള ആൾക്കാരുമായിട്ട് വരെ നേടാൻ സാധിച്ചതാണ്. ടാഞ്ചറിയുടെ പിന്നെ നമ്മുടെ ലോവർ മൂൺ റൂയെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൺ ഓഫ് ദ മോസ്റ്റ് കൂളസ്റ്റ് ആയ റീൽ നമ്മുടെ 10th ഫോം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10th ഫോം യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമേ ഡ്രാഗനെ പോലെ എന്തെങ്കിലും വാട്ടർ ഫ്ലോ ചെയ്ത് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു സോഴ്സും കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ലാർജ് മൊമെൻറ്റമാണ് ആ സമയത്ത് റിയലി ക്രിയേറ്റ് ആവുന്നതെന്ന് നമുക്കാണ് പറയാം. പിന്നെ ലേറ്റസ്റ്റ് ആയ നമ്മുടെ ഫോം എന്ന് ചോദിച്ചാൽ നമ്മുടെ 11th ഫോമാണ് ഇത് ചെയ്ത് നമ്മുടെ വാട്ടർ ഹാഷ് ഗിയ ടോമിയൊക്കെയാണ് വൺ ഓഫ് ദ കൂളസ്റ്റ് ഫോം. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആംബിയൻസ് തന്നെ. ഓക്കെ, നമ്പർ 5 തണ്ടർ ബ്രീത്തിങ്. ഈ ഒരു ടെക്നിക്കലി ഉപയോഗിക്കുന്നത് നമ്മുടെ സെന്യൂസ് ആണ്. നമ്മുടെ ഈ ഒരു ബ്രീത്ത് സ്റ്റൈൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്റ്റൈൽ എങ്ങനെ വെച്ചാൽ റിലീസ് നമ്മുടെ കുറേ സ്ട്രെങ്ത് റിലീസ് നമ്മുടെ യൂസറിൻ്റെ ലെഗിലേക്ക് മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്ന ലൈറ്റിൻ്റെ ആ ഒരു സ്പീഡിലേക്ക് മൂവ് ചെയ്യുകയാണ് റീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ലൈറ്റിങ്ങിനെ മൊത്തം ഇമിറ്റേറ്റ് ചെയ്ത് ലൈറ്റിൻ്റെ എഫക്റ്റ് രീതി ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് തണ്ടർ സ്റ്റോമൊക്കെ റീൽ നമ്മൾ ടെക്നിക്കൽ രീതി ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ യൂസറിന് സാധിക്കുന്നുണ്ട് റിലി. പിന്നെ പറയാൻ നമ്മൾ ഈ ഒരു ടെക്നിക്കൽ കൾട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഫോർമർ ഹഷറായ നമ്മുടെ ജിഗോരു കുബ ജിമയാണ് റിലി. പുള്ളിക്കാരൻ ഒരു തണ്ടർ ഹഷറയും കൂടിയായിരുന്നു റിലി പറഞ്ഞത്. പിന്നെ ഈ ടെക്നിക്കൽ സീനിയേഴ്സിനോട് നമ്മൾ നമ്മൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നില്ല എങ്ങനെ ഇദ്ദേഹം ചെയ്യണമെന്നൊക്കെ. പിന്നെ തണ്ടർ ബ്രീത്തിങ്ങിനെ കുറിച്ച് നമ്മൾ റീലി 6 സ്റ്റാൻഡേർഡ് ഫോംസിലാണ് റീലി ഉള്ളത്. പിന്നെ സെന്യൂസ് റീലി മാങ്കർ 7th ഫോമും കൂടെ അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു നമ്മുടെ ക്യാഗോക്കുവിനെ റിലി ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് റിലി. അപ്പോൾ റിലീസിൻ്റെ 6th ഫോംസ് 8th ഫോം ഇങ്ങനെ ഗോഡ് സ്പീഡ് എന്ന ആ ഒരു റിലീസ് ഫോംസുമാണ് റീലുള്ളത്. അതിൻ്റെ ആ ഗോഡ് സ്പീഡ് സെന്യൂസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോമാണ് റിലി പറഞ്ഞത്. അപ്പം ഈ ഒരു ടെക്നിക്കൽ ലൈറ്റ്നിങ്ങിൻ്റെ സ്പീഡ് റിലി സെന്യൂസ് മൂവ് ചെയ്യുകയും ഫൈറ്റ് ചെയ്യുകയൊക്കെയാണ് റിലി ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം റിലി പല സ്ഥലത്ത് പെട്ടെന്ന് ലൈറ്റിങ്ങിൻ്റെ സ്പീഡ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സ്പീഡസ്റ്റ് ഇങ്ങനത്തെ ലൈറ്റിനിങ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല സ്പീഡ് റിലി മൂവ് ചെയ്ത് റിലി നല്ല ഫൈറ്റ് എടുക്കാൻ വേണ്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സെന്യൂസ് സ്വന്തമാക്കി റിലി 7th ഫോം റിലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു യെല്ലോ ഡ്രാഗൺ പോലെ ലൈറ്റ്നിങ് ബോൾട്ട് പോലെ അതിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു സ്ലാഷ് അടിക്കുകയാണ് റിലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എൻബിസിനെങ്കിൽ സെന്യൂസിന് തൂത്തു വാരാൻ സാധിക്കുന്നു. നമ്പർ 4 സ്റ്റോൺ ബ്രീത്തിങ്. നമ്മൾ ഇതുവരെ ആയിട്ട് ഒരു സ്റ്റോൺ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ആളെ കണ്ടിട്ടുള്ള ഓരോ ഒരാളെ നമ്മൾ ഇതായിട്ട് കണ്ടിട്ടുള്ളത്. അത് വേറെ ആരുമല്ല, ഇത് സ്ട്രോങ്ങസ്റ്റ് കറന്റ് ജനറേഷൻ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഡീമൺ സ്ലയർ ഹഷിരായ റെഡി ഗിയോമി ഹിമെജി ആണ് ഈ റെഡി. അപ്പോൾ സ്റ്റോൺ ബ്രീത്തിങ് റിയലി സിമ്പിളാണ്, എന്നാൽ അതനുസരിച്ച് വളരെയധികം അറ്റാക്ക് കൂടിയ റീലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഈ ഒരു ടെക്നിക്ക് റീലി യൂസിന് റീലി ഈസി ആയിട്ട് നമ്മുടെ സ്റ്റോണും മറ്റ് കട്ടിയുള്ള ബ്രിക്സും മറ്റ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യാനും മറ്റ് നമുക്ക് തള്ളാനും മൊത്തമൊക്കെ സാധിക്കുന്നു നമ്മുടെ ഗെയിമിക്ക് റീലി സാധിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ അപ്പർ റാങ്കും നമ്മുടെ അപ്പർ മൂൺ ടീമിൻ്റെ റീലി സോഡ്സ് പോലും ബ്രേക്ക് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ടെക്നിക്ക് നല്ല ഡിഫൻസാണ് റീലി യൂസിന് പ്രൊവൈഡ് ചെയ്യുന്നതുമെങ്കിലും ഇതിൽ അതനുസരിച്ച് അറ്റാക്കോട് റീലി യൂസിന് കൊടുക്കുകയാണ്. ഗെയിമിൻ്റെ ഈ ഒരു ടെക്നിക്ക് റീലി യൂസ് ചെയ്യുമ്പോൾ റീലി അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു പീക്കിലേക്ക് എത്തുന്നത് റീലി ആ ഒരു പുള്ളിയുടെ ആ ഒരു വെപ്പണും കൂടി കൂടി ചേരുമ്പോൾ അത് വളരെയധികം ഒരു പവർഫുൾ ആകുന്നു. റിലി ആ ഒരു വെപ്പണും കൂടി കൂടി ചേരുമ്പോൾ ഒരു വെറൈറ്റി ടൈപ്പ് വെപ്പണാണ് പുള്ളി ഒരു ചെയിനും പിന്നെ വൺ ഓഫ് ദ ടൈപ്പ് ഒരു ആക്സും പിന്നെ പുറേ സൈഡ് റിലി ഒരു ബോൾ എടുത്ത് ഉരുണ്ട സാധനങ്ങൾ റിലി നല്ല കട്ടിയുള്ള സാധനങ്ങൾ കൂടി ചേരുന്ന ഒരു വെറൈറ്റി ടൈപ്പ് സോഡാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോൺ ബ്രീത്തിങ് വേണ്ടി 5 ഫോംസാണ് ഇതിലുള്ളത്. ഇത് മൊത്തം നമ്മൾ ഗെയിമോ നമ്മുടെ അപ്പർ റാങ്ക് 1 ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം പവർ റേഷാണ്. മൊത്തം നമ്മുടെ അപ്പർ റാങ്ക് 1 നമ്മുടെ ഗെയിമൊക്കെ മാത്രമാണ് റിലി നൈസായിട്ട് പവറായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ളത്. നൈസാണ്. നമ്പർ 3 ഫ്ലെയിം ബ്രീത്തിങ്. ഫ്ലെയിം ബ്രീത്തിങ് നല്ല പവർഫുൾ, അതിനനുസരിച്ച് ഒരു ടാർഗറ്റിലേക്ക് മാത്രം തന്നെ ഫോക്കസ് ചെയ്ത് നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടത്തുന്ന ഒരു ഫ്ലെയിം ബ്രീത്തിങ് എന്നാണ് ആ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ. ഫ്ലെയിം ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യാൻ നല്ല സ്പീഡുള്ള ഫൈറ്റ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ റീലി നമുക്ക് ആ യൂസറിന് റീലി ഫ്ലെയിം ബ്രീത്തിങ് സ്റ്റൈൽ കൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ യൂസറിന് സാധിക്കുന്നുണ്ട്. എനിമേ റീലി ആ ഫ്ലെയിം കൊണ്ട് മൊത്തമായിട്ട് ബേൺ ചെയ്ത് വരാനും ഈ ടെക്നിക്ക് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം റെങ്കോക്ക് നമ്മുടെ മൂഗൻ ട്രെയിൻ ആർക്ക് നല്ല സ്പീഡ് റീലി ട്രെയിനിൻ്റെ ഓരോ കമ്പാർട്ടുകളിലേക്കും പല സ്പീഡിൽ റീലി പോകുന്നുണ്ടാകും. മാത്രമാണ് നമ്മുടെ തണ്ടർ ഹഷറയായ തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്യുന്ന നമ്മുടെ സെനിറ്റ്സു റിലി ആ ഒരു ട്രെയിൻ ബ്രീത്തിങ് നമ്മുടെ ആ ഒരു മ്യൂഗൻ ട്രെയിനാർക്ക് റിലി നമ്മുടെ സെനിറ്റ്സു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ബട്ട് എന്നാലും നമുക്ക് തണ്ടർ ആയതുപോലും നല്ല മൂവ്മെൻ്റ് ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സെനിറ്റ്സും റിലി നമ്മുടെ റെങ്കോക്കുടെ ആ ഒരു സ്പീഡുമായിട്ട് റിലി കമ്പാറ്റ് ചെയ്ത റിലി നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റിലി നമ്മുടെ ആ ഒരു സോഡിൽ നിന്ന് ഫ്ലെയിം ക്രിയേറ്റ് കൊണ്ട് നമ്മുടെ എനിമീസ് മൊത്തം ഡിസ്ട്രോയ് ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മൾ അപ്പർ റാങ്ക് 3 ആയ അക്കാസുമായിട്ട് റിലി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ബ്രീത്തിങ്ങിന് 6 ഫോംസ് പെർഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. റിലി ആണ് ടോട്ടൽ 9 ഫോംസാണ് ഉള്ളത്.
അപ്പോൾ 3 ഇതുമായിട്ടും റിവീൽ ആയിട്ടില്ല. റിയലി 9th ഫോമായ ഫ്ലെയിം ബ്രീത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് അൾട്ടിമേറ്റ് ഫ്ലെയിം ബ്രീത്തിങ്ങിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ബ്രീതിങ് സ്റ്റൈൽ എന്ന് വേണം പറയാൻ സാധിക്കുന്നില്ല. ആ ഒരു ബ്രീതിങ് സ്റ്റൈലിന് എനിമി എന്ന് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചൈനീസ് ഡ്രാഗണെ പോലെ റിയലി ഫ്ലെയിം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു എനിമീസ് മൊത്തത്തോടങ്ങ് ഫ്ലെയിം കൊണ്ട് തീർത്തും ഡിസ്ട്രോയ് ചെയ്ത് കളയാണ് റിയലി നമ്മുടെ 9th ഫോം റിയലി ചെയ്യുന്നത്. നമ്പർ 2 മൂൺ ബ്രീത്തിങ്. ഈ ബ്രീത്തിങ് സ്റ്റൈൽ ടെക്നിക്ക് രീതി യൂസ് ചെയ്യാൻ നമ്മുടെ കുറേ എന്ന് വെച്ചാൽ റിയലി കുറേ ക്രസൻസ് ആയിട്ടുള്ള റിയലി മൂൺസിൻ്റെ രീതിയിലുള്ള കുറേ ബ്ലേഡ്സ് റിയലി സോഡ്സിന് റിയലി ക്രിയേറ്റ് ചെയ്യുകയാണ് രീതി നമ്മുടെ ആ യൂസർ ചെയ്യുന്നത്. പല സൈസിലും പല രീതിയിലുള്ള ബ്ലേഡ്സ് ആണ് രീതി കുറേ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഒപ്പോണൻ്റെ രീതിയിൽ തന്നെ ഡാമേജ് കൊടുക്കാൻ ഇതിൻ്റെ യൂസറിന് സാധിക്കുന്നു. മറ്റ് ബ്രീത്തിങ് സ്റ്റൈൽ പോലെ തന്നെ മൂൺ ബ്രീത്തിങ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സൺ ബ്രീത്തിങ്ങിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത് വന്നൊരു ബ്രീത്തിങ് സ്റ്റൈലാണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ മിച്ചിക്കാട്സു സുഗിക്കുനിയാണ്. നമ്മൾ പുള്ളിയുടെ ആ ഒരു ട്വിൻ ബ്രദറായ നമ്മുടെ യൊറോയിച്ചിയിൽ നിന്നാണ് റിയലി അവർ ആ ടെക്നിക്ക് റിയലി അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിച്ചിക്കാട്സുന് ഒരു ബ്രീത്തിങ് സ്റ്റൈൽ സൺ ബ്രീത്തിങ് സ്റ്റൈൽ ഒരു മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. സ്വന്തം സ്ട്രെങ്ത്തുകളും അതൊക്കെ ഉപയോഗിച്ച് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. അതിന് പിന്നെ പുള്ളിക്കാരൻ മൂൺ ബ്രീത്തിങ് സ്റ്റൈൽ എന്നൊരു പേരോടെ നൽകി. പുള്ളി ഡീമൻ ആയതിനു ശേഷം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ടെക്നിക്ക് മൊത്തം അങ്ങ് ചേഞ്ച് ചെയ്ത് വളരെ പവർഫുൾ ആക്കി കൊടുക്കുകയായിരുന്നു ഇതിൽ ചെയ്തിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിക്കാരൻ കുറേ 1000 of years വരെ ലീവ് ചെയ്ത ഒരു ഡീമൺ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ മൊത്തത്തോടെ മാറ്റി പുള്ളി മൊത്തം പവർഫുള്ളായി മാറ്റുകയാണ് നേരിട്ട്. ഈ ബ്രീതിങ് സ്റ്റൈലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോംസ് ഉള്ളതെന്ന് അറിയപ്പെടുന്നത്. ഇതിന് 16 ഫോംസാണ് ഇതുവരെയായിട്ടുള്ളത്. മറ്റ് ബ്രീതിങ് സ്റ്റൈലിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഫോംസ് ഉള്ള ബ്രീതിങ് സ്റ്റൈലാണ്. ബിക്കോസ് പുള്ളിക്കാരൻ കുറേ കാലം ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും ഫോംസ് പുള്ളി ഡെവലപ്പ് ചെയ്തത്. ഈ ബ്രീതിങ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ അപ്പർ റാങ്ക് 1 ആണ്. ഇപ്പോഴത്തെ ഡീമനായ നമ്മുടെ അപ്പർ റാങ്ക് പുള്ളി മാത്രമാണ് ഈ ഒരു സ്റ്റൈൽ. പുള്ളിക്കാരൻ സ്വന്തം സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈലായിരുന്നു. പുള്ളിക്കാരൻ പണ്ട് യങ് ആയിരുന്നു. പുള്ളിക്കാരൻ ആ ഒരു എന്നാ പറയാം ഡീമൺ ആവുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ ക്രിയേറ്റ് ആയിരുന്നു. പിന്നെ ടോട്ടൽ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നൊരു ഫസ്റ്റ് ഡീമൺ ആയാലും മാത്രം പുള്ളി മൊത്തം മീൻസ് ടോട്ടൽ കോൺസെൻട്രേഷൻ ആയിട്ട് മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡീമൺ പുള്ളിയാണ് ഇതുവരായിട്ടും പറഞ്ഞത്. അപ്പം നമ്മുടെ അപ്പർ റാങ്ക് 1 എത്രമാത്രം പവർഫുള്ളാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്പർ 1 സൺ ബ്രീത്തിങ്. ഹിനോകമി കാഗുറ എന്ന ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ രീതി ഫാദറിൽ നിന്നും മക്കളിലേക്ക് ട്രാൻസ്ഫർ ജനറേഷൻ കൈമാറി എന്നൊരു ബ്രീത്തിങ് സ്റ്റൈലാണ്. അപ്പം കമാഡോ ഫാമിലിയാണ് ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ഒരു റിച്വൽ സെറിമണിയാണ് രീതി യൂസ് ചെയ്യുന്നത്. എല്ലാ ന്യൂ ഇയറിലും അവരവരുടെ ആ ഒരു 5 ഗോഡ്സിനെ രീതി വർഷിപ്പ് ചെയ്യാൻ ഫയർ ഗോഡിനെ രീതി വർഷിപ്പ് ചെയ്യാൻ രോഗങ്ങളിൽ നിന്ന് എല്ലാവരും അവർക്ക് ശാന്തി ലഭിക്കാൻ അവർ ഈ ഒരു റിച്വലായിട്ട് രീതി ഒരു ഗോഡ് സ്റ്റൈൽ രീതി നമ്മുടെ ഈ ഒരു സ്റ്റൈലാണ് അവിടെ ഹിനോകാമി കാഗർ എന്ന സ്റ്റൈൽ അവർ യൂസ് ചെയ്യുന്നു. പിന്നെ ഹിനോകാമി കാഗറെ കുറിച്ച് ശരിക്കും അറിയുന്നത് നമ്മുടെ ഷിൻജിറോ റെങ്കോക്കിയിൽ നിന്നാണ് ഇത് ബ്രീതിങ് സ്റ്റൈലാണ് എന്നും എല്ലാവരും മറന്നുപോയ വൺ ഓഫ് ദ ലെജൻഡറി ബ്രീതിങ് സ്റ്റൈലാണ് ഇതെന്നും സൺ ബ്രീതിങ് സ്റ്റൈലാണ് ഇതെന്ന് അറിയപ്പെടുന്നത് എന്ന കാര്യങ്ങളും. അപ്പം ഏറ്റവും ആദ്യ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ബ്രീതിങ് സ്റ്റൈലാണ് ഇത്. ബാക്കിയെല്ലാം ഇതിൽ ഈ സ്റ്റൈലിൽ നിന്നും ഉത്ഭവിച്ച് വന്ന ഒരു ഡെറിവേറ്റീവായി വന്നിരിക്കുന്ന സ്റ്റൈലുകളാണ്. അപ്പം ഇതിൻ്റെ നമ്മുടെ ഒറോയിച്ചി സുഗിക്കുനി ഇത് സൺ ബ്രീതിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് മറ്റ് ബ്രീതിങ് സ്റ്റൈലിലേക്കൊക്കെ മാറ്റി അവർ മറ്റുള്ളവർക്ക് റീഡ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു നമ്മുടെ ഒറോയിച്ചി റീഡ് ചെയ്തിരുന്നത്. സൺ ബ്രീതിങ് സ്റ്റൈൽ എന്ന സ്റ്റൈൽ റീഡ് സണ്ണിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ യൂസറിൻ്റെ മൂവ്മെൻറ്റ്സും അതനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ എല്ലാ ടെക്നിക്കും പവർഫുൾ ആണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഡീമൺസിന് അഫക്റ്റ് ആവുന്ന വരുന്ന ഒരു സ്റ്റൈൽ കൂടിയാണിത്. അപ്പം നമ്മുടെ സൺ ബ്രീതിങ് സ്റ്റൈൽ 12 ടെക്നിക്കാണ് രീതിയിൽ ഇതുമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു അൺനോൺ ആയിട്ടുള്ള 13 ഫോം കൂടി ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇതിലുണ്ടായിരുന്ന രീതി ഈ ഒരു ഫോംസിന് എല്ലാ 12 ഫോംസ് കണ്ടിന്യൂസ് ആയിട്ട് രീതി ഒറോച്ചിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇത് കാരണം നമ്മുടെ മുസാൻ്റെ രീതി 12 ആയിട്ടുള്ള വൈറ്റൽ ഓർഗൻസും പിന്നെ 7 ഹാർട്ട്സും പിന്നെ 5 ബ്രെയിൻസും വളരെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒറോച്ചിക്ക് ആ സമയത്ത് സാധിച്ചായിരുന്നു. അപ്പം സൺ ബ്രീതിങ് എത്രമാത്രം പവർഫുൾ ആണ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ബ്രീതിങ്സ് ആണ് സൺ ബ്രീതിങ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് കമാഡോ നമ്മുടെ ടാഞ്ചൂർ അടക്കം യൂസ് ചെയ്യുന്ന രീതി നമ്മുടെ സൺ ബ്രീതിങ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ബെൽക്ക് നമ്മൾ ഈ അനിമൽ കണ്ടൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.